വീണ്ടും വീണ്ടും അത് മടക്കുന്നു, മറിയുന്നു, വായിക്കുന്നില്ല. കള്ളനോട്ടം. അവന്റെ ഇടത് കൈ പേപ്പറിനകത്ത് വെച്ച് മറച്ചിട്ടുണ്ട്. അവൻ എന്തോ മറയ്ക്കുന്നു. ഇനി ഇവനായിരിക്കോ എന്നെ കൊല്ലാൻ വന്നു? അവൻ മറയ്ക്കുന്നത് ഗണ്ണാണോ? ആ ഗണ്ണവൻ എനിക്ക് നേരെ നീട്ടുന്നുണ്ടോ? ഇപ്പൊ അവൻ വെടിവെക്കാൻ പോവുകയാണോ എന്നൊക്കെ അവൻ ചിന്തിച്ചിട്ട് കറക്റ്റ് ആ പേപ്പർ മറച്ച് കില്ലർ വെടിവെക്കാൻ നേരം ഇവൻ കുനിഞ്ഞുകളെ. വിചാരിച്ച പോലെ തന്നെ അവൻ വെടിവെച്ചതാണ്. ആ ഉണ്ടയാണെങ്കിൽ എവിടെയും കൊള്ളുന്നില്ല. ചുണ്ടുകളും മിസ്സാക്കി, ബോട്ടിലുകളും മിസ്സാക്കി, ഒരു ഡോണട്ടും മിസ്സാക്കി. അത് പുറത്തേക്ക് തെറിച്ച് വേസ്റ്റ് കുപ്പവണ്ടി കുത്തി നിൽക്കും. വണ്ടി ആ ഉണ്ടയുമായി നാട് വിട്ടു കഴിഞ്ഞു. വീണ്ടും ഹീറോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. പോലീസുകാരെ വന്ന് അന്വേഷിക്കുമ്പോൾ ഇവനെ വെടിവെച്ച ഉണ്ട കിട്ടിയിട്ടില്ല. പിന്നെന്താ തെളിവ്? വെടിവെച്ച ശബ്ദവും ആരും കേട്ടിട്ടില്ല. അവൻ സൈലൻസർ ഫിറ്റ് ചെയ്തിരുന്നു. ഇനി ആരെങ്കിലും കൊലയാളിയെ കണ്ടോന്ന് ചോദിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് പറയുക. ഒരു എവിഡൻസും ഇല്ല. പിന്നെ എങ്ങനെ കേസ് എടുക്കാൻ പറ്റും? താൻ വീണ്ടും പറ്റിക്കുകയാണോന്ന് പറഞ്ഞു പോലീസുകാർ അവന് ചീത്ത പറഞ്ഞറിയിപ്പോ. ഹീറോ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അവരെന്നെ കൊല്ലാൻ വന്നത്? അവൻ ഈ കൊലയാളികളുടെ മുഖം വീണ്ടും വീണ്ടും ആലോചിച്ച് നോക്കും. എവിടെയോ കണ്ടിട്ടുണ്ടോ ഉമാരെ? അവസാനം വെടിവെച്ചവൻ തന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചവനാണ്. ആ കിപ്പിത്തലയൻ താൻ നേരത്തെ ബടായി വർത്താനം പറഞ്ഞപ്പോ അത് കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുക ആ കിഡ്നാപ്പിംഗ് അത് സത്യമായിരുന്നു. ആ ഹോസ്റ്റേജിന്റെ കൊല അതും സത്യമായിരുന്നു. സോ ഇതെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ, നാട്ടുകാരോട് ഞാൻ പറഞ്ഞപ്പോ ആ ഗ്യാങ്ങിപ്പെട്ടവര് എന്നെ കൊല്ലാൻ നോക്കിയതാണ്. അതാണ് സംഭവിച്ചതെന്ന് ഇവൻ പോലീസുകാരോട് പറയും. പോലീസുകാർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ആരെയാണ് അവര് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്? അത് പറയൂ. അതാരാന്ന് ഹീറോയ്ക്ക് അറിയില്ല. അവര് കൊല ചെയ്തെങ്കിൽ ബോഡി എവിടെ? അതും അറിയില്ല ഹീറോയ്ക്ക്. ഇത് രണ്ടും കേട്ടിട്ട് നമ്മുടെ മൂത്ത പോലീസുകാരൻ, ശിശി എന്റെ കൂടെ വാടപ്പൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് നല്ല മൂത്തു എന്നാണ് തോന്നണത്. ഞാൻ തന്നെ കാശ് മുടക്കി നിന്നൊരു സൈക്കാട്രിസ്റ്റിനെ കാണി. നീ പേടിക്കാതെ, വിഷമിക്കാതെ, എല്ലാം ശരിയാവും എന്നയാൾ പറയും. ഇനി എന്ത് ചെയ്യാൻ പറ്റും ഹീറോയ്ക്ക്? സൈക്കാട്രിസ്റ്റിനെ പിന്നെ കാണാം. ഇന്ന് രാത്രി ഞാൻ ഇവിടെ തങ്ങിക്കോട്ടെ എന്നവൻ ചോദിക്കുകയാണ് പോലീസുകാരനോട്. അപ്പോഴാണ് അപ്പൻ അന്വേഷിച്ച് മോള് സ്റ്റേഷനിലേക്ക് വരും. വീട്ടിൽ പോകാൻ പേടിയായതുകൊണ്ട് സ്റ്റേഷനിൽ കിടക്കുകയാണെന്ന് അപ്പൻ പറയും. സോ കൈയോടെ മോളും ആ രണ്ടാനച്ഛനും ഹീറോയെ ഭാര്യയുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. ഭാര്യ അവനെ കണ്ട ഉടനെ ചോദിക്കും, നിനക്ക് പ്രായം എന്തായടാ? എന്നിട്ട് വീട്ടിൽ പോകാൻ പേടിയാണെന്ന്. നിന്റെ കൂടെ എങ്ങനെയാണോ ഞാൻ ജീവിച്ചത്? ഇങ്ങനെ ഒരു വളരാത്ത ജന്മം. എന്റെ മോള് പറയുന്നുണ്ട് ഒരു രാത്രി മാത്രം നീ ഇവിടെ താമസിച്ചോ, നാളെ കാലത്ത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യ മാറിപ്പോകും. ഇവിടെ വില്ലൻ ആ ഷൂട്ട് ചെയ്തവൻ പറയാണ്, ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാണെന്ന് അവന് മനസ്സിലായി. അവൻ കുനിഞ്ഞു കളഞ്ഞു. എന്തോ കുഴപ്പമുണ്ടല്ലോ ദൈവമേ, നമുക്കിട്ട് വലിയ പണിയാണ് അവന്മാര് വെച്ചിരി. അപ്പൊ കിപ്പി മുടിയൻ പറയും, ഒരു പക്ഷെ നമുക്കവര് അവസരം തന്നാണെങ്കിലോ കീഴടങ്ങാൻ വേണ്ടിയിട്ട്. ഇല്ല, കീഴടങ്ങില്ല, ഒരിക്കലും കീഴടങ്ങില്ല. തലവൻ പറയാണ്, ഇനി അങ്ങനെ ഞാൻ പിടിക്കപ്പെടുകയാണെങ്കിൽ തന്നെ ആ സീസീനെ കൊന്നിട്ടേ ഞാൻ പിടിക്കപ്പെടുള്ളൂ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവര് ഹീറോനെ കൊല്ലാൻ വേണ്ടി തന്നെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ഹീറോ നന്നായി കിടന്നുറങ്ങി എഴുന്നേറ്റുടനെ കിട്ടിയ ഫുഡ് തട്ടി വിഴുങ്ങാണ്. ഇത് കണ്ട് മോള് ചോദിക്കും, ഒരു ചാവാൻ പോണ മനുഷ്യൻ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങി തട്ടി വിഴുങ്ങില്ലല്ലോ അപ്പ, നിങ്ങൾ ആരെങ്കിലും കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞത് സത്യമാണോ? അപ്പം പറയും, ചാകുന്നതിന് മുന്നേ നമ്മൾ ടയേർഡായിരിക്കാൻ പാടില്ല മോളെ, എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കണം. അങ്ങനെ തിന്നു കഴിഞ്ഞിട്ട് ഇവൻ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുകയാണ്, ആരെങ്കിലും ഇവനെ കാത്തിരിപ്പുണ്ടോന്ന്. അവൻ വിചാരിച്ച പോലെ തന്നെ 2 പേര് ഇവന് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവൻ മോളോട് പറയും, മോളെ അപ്പം നുണ പറയാറുണ്ട്, സത്യമാണ്. മോളും നുണ പറയാറില്ല. അതിന് മോള്, അമ്മ പറയാറുണ്ട് ഞാനും ഇടയ്ക്കിടയ്ക്ക് അപ്പനെ പോലെ സംസാരിക്കുമെന്ന്. അപ്പൻ, സത്യമാണ് മോളെ, എല്ലാവരും നുണ പറയും, പക്ഷെ എല്ലാം നുണയാവണമെന്നില്ല. എന്റെ ജീവൻ വെച്ച് ഞാൻ നുണ പറയും, ഞാൻ പറയുന്നത് സത്യമാണ്. മോൾക്ക് അപ്പന് വിശ്വാസമല്ലേ? മോള് പറയും, എനിക്ക് അപ്പന് വിശ്വാസമാണ്. ആര് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഞാൻ അപ്പനെ വിശ്വസിക്കും. അപ്പൊ അപ്പൻ പുറത്ത് കാവല് നിൽക്കുന്ന 2 പേരെ കാണിച്ചു കൊടുത്തിട്ട് പറയും, അവര് 2 പേരുമാണ് എന്നെ കൊല്ലാൻ നോക്കുന്നത്. പക്ഷെ പോലീസുകാരത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇനി നമുക്ക് അവരെ പിടിച്ചു കൊടുക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, അവരെന്നെ ആക്രമിക്കുന്ന സമയത്ത് തന്നെ പോലീസുകാർ അവരെ പിടിക്കണം. ക്യാച്ച് ദം ഇൻ ദ ആക്ട്. ആ സമയത്ത് അവര് പ്രവർത്തിക്കുന്ന സമയം, അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കാന്നും പറഞ്ഞ് മോളോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് ഹീറോ ഈ വില്ലന്മാര് കാണാൻ വീടിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ആ വില്ലന്മാരും പുറകെ തന്നെ വരുന്നുണ്ട്. അവര് കാണെ തന്നെ ഇവനെ ഓടി ചെന്ന് ഒരു ഭാഗത്ത് ഒളിച്ചിരുന്ന് മോളോട് വിളിച്ചു പറയും, മോളെ നേരെ സ്റ്റേഷനിലേക്ക് ചെന്ന് എന്റെ കോളിനായിട്ട് കാത്തിരിക്കും. അവിടുത്തെ പോലീസുകാരോട് ഈ കാര്യം പറയും, ഞാൻ നിങ്ങൾ എങ്ങോട്ടാ വരണ്ടേന്ന് പറയാന്നും പറഞ്ഞ് ഇവൻ വീണ്ടും വില്ലന്മാരുടെ മുന്നേ ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു വലിയ മാളിനകത്തേക്ക് വരും. ലേഡീസ് വെയർ ഷോപ്പ്. അതിൽ കയറി ഒളിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ അപ്പനെ പോലെ തന്നെ മോള് വലിയ വർത്താനം പറഞ്ഞ് പോലീസുകാരോട് അവർ ആക്ട് ചെയ്യുന്ന സമയത്ത് ക്യാച്ച് ചെയ്യണം. അതിനുള്ള സെറ്റപ്പാണ് ഞാൻ അപ്പനെ ഒരുക്കുന്നത്, നിങ്ങൾ സഹായിക്കണം എന്ന് പറയുമ്പോൾ പോലീസുകാർ, നിന്റെ അപ്പം പറയുന്നത് നീയും വിശ്വസിക്കുന്ന മോളെ, നിനക്കറിയാൻ പാടില്ല അത് ബഡായി ബംഗ്ലാവാണെന്ന്, മോള് വീട്ടിലേക്ക് പോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാണ് പോലീസുകാർ. ഈ നേരം ഹീറോ വില്ലന്മാരുടെ കണ്ണി പെടാതിരിക്കാൻ വേണ്ടി ലേഡീസ് തുണിയെടുക്കാൻ പെണ്ണുങ്ങൾ തുണി മാറുന്ന സ്ഥലത്തേക്ക് വരും. തുണിയെടുക്കാൻ നേരം അവന് ഇഷ്ടമായിട്ടുണ്ട് എന്തോ പെണ്ണുങ്ങളെ തുണിയിട്ട് ഹീൽസും ധരിച്ച് ഞൊണ്ടി അവൻ ഈ വില്ലന്മാരുടെ മുന്നിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോകും. പക്ഷെ അവന്മാർക്ക് സംശയാവും, ഈ ബോഡിയും ബാഡിയും തമ്മിൽ ബന്ധമില്ലല്ലോ. അവന്മാര് പുറകെ ഓടി വരവേ ഇവൻ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണും. ഇതന്നെയാണ് ഹീറോ എന്ന് മനസ്സിലാക്കി കത്തിയായിട്ട് ഓടി വന്നൊരു വില്ലൻ ഹീറോയെ കുത്തുന്നുണ്ട്. ഭാഗ്യത്തിന് ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന മിറാണ്ട ബോട്ടിലായിരിക്കും ആ കത്തി കയറുന്നത്. അവിടുന്ന് അവൻ രക്ഷപ്പെട്ട് വേസ്റ്റ് പെറുക്കുന്ന വണ്ടി കയറി എസ്കേപ്പായി. ഈ നേരം ആ വണ്ടിയിൽ നിന്ന് തന്നെ ഹീറോ പോലീസുകാരെ വിളിച്ചിട്ട് സോഹോയിലേക്ക് വരാൻ പറയും. ഞാൻ
അവന്മാരെ അങ്ങോട്ടേക്ക് എത്തിക്കാം. ഒരു 4:30 മണിക്ക് നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരണം. എന്നെ ആക്രമിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവരെ നിങ്ങൾക്ക് പിടിച്ചുതരാം. ദയവേത് വരുമെന്ന് പറഞ്ഞ് ഹീറോ കോള് കട്ട് ചെയ്യും. പോലീസുകാർ പോകാൻ തയ്യാറാവില്ല. സോ മോളുടെ അവസാന തടവ് അതിന് കയ്യിലെടുക്കണ്ടേ. വായും പൊളിച്ചവള് കരയാണ്. ഈ സമയം വേസ്റ്റ് വണ്ടി കയറി വന്ന ഹീറോ വണ്ടി ഒരു ഭാഗത്ത് നിർത്തുമ്പോൾ ഇറങ്ങി മൂത്രമൊഴിക്കാൻ വേണ്ടി മെയിൻസ് ടോയ്ലറ്റിനകത്ത് അവിടുത്തെ ആള് ലേഡീനെ കണ്ടിട്ട്, മാഡം ഇത് ആണുങ്ങളുടെ ടോയ്ലറ്റ് ആണ്, നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഒഴിക്കാൻ ശ്രമിക്കുന്നു? ഇപ്പൊ ഹീറോ കനത്ത സ്വരത്തി വായടച്ചിട്ട് ഇറങ്ങി പോടോന്ന് പറയും. പിന്നെ അവനൊന്നും മിണ്ടുന്നില്ല. ഹീറോ കയ്യിലെ ബോട്ടിൽ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കാം. ആ വേസ്റ്റ് വണ്ടി ഈ വഴിയാടാ വന്നത്, അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. വില്ലന്മാരെ ശബ്ദമാണ്. ഈ വില്ലന്മാരും ബാത്റൂമിനകത്തേക്ക് വരുന്നുണ്ട്. ഹീറോ അവിടെ ഉണ്ടെന്ന് ഇവന്മാർക്ക് അറിയില്ല. ശരി, തേടി പോകാന്ന് പറഞ്ഞ് ഇവന്മാർ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം വലിച്ചെറിഞ്ഞ വേസ്റ്റ് ബിന്നിലേക്ക് കറക്റ്റായിട്ട് വീണിട്ടില്ല. ഒന്നുകൂടി എടുത്ത് ഇടാൻ നേരമാണ് ആ മിറൻഡ ബോട്ടിൽ കാണുന്ന ഇവര് കുത്തിയ ബോട്ടിൽ. സോ ഹീറോ ഇതിനകത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എടാ വാട ഇറങ്ങി പോവാം, നമുക്കിവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നത് പോലെ ഇവന്മാര് കാണിച്ചിട്ട് വീണ്ടും തിരിച്ചകത്തേക്ക് കയറി. ഇതിനകത്താണ് അവനുള്ളത്, റെസ്റ്റ് റൂമിനകത്താണുള്ളതെന്ന് മനസ്സിലാക്കി ഒരുത്തൻ ചാടി ഡോർ ഇടിച്ച് തുറക്കാൻ നേരം ഹീറോ ഡോറ് തുറന്നു കൊടുത്തു. അവൻ കക്കൂസിനകത്തേക്ക് വീഴും. വായും തുറന്നു. രണ്ടാമത്തവന്റെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നിൽക്കുമ്പോഴാണ് കാല് സ്ലിപ്പായി മറ്റവന്റെ താടി ഇടിച്ച് അവനെയും തെറിപ്പിച്ച് വീഴ്ത്തുന്നു. ഈ നേരം പോലീസുകാർ കുടുങ്ങിക്കിടക്കാണ് ട്രാഫിക്കിൽ. അവർക്ക് സമയാസമയത്തിന് എത്താൻ പറ്റിയില്ല. കുഞ്ഞ് സൈറനൊക്കെ ഇട്ടിട്ട് അവർ വീണ്ടും വണ്ടി എടുക്കുന്നുണ്ട്. ആ നേരം ഹീറോയ്ക്ക് ഇവരെ വിളിച്ചു പറയാനും പറ്റില്ലല്ലോ ഇങ്ങോട്ട് വരാൻ, ബാത്റൂമിലേക്ക് വരാൻ. കാരണം ഫോൺ പൊട്ടിപ്പോയി. ഇനിയിപ്പോ ഈ വില്ലന്മാരെ വലിച്ചെടുത്തോണ്ട് പോയി കാണിക്കാനും പറ്റില്ല. ഒരുത്തനെ പിടിച്ച് വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. അവിടെ ഒഴിച്ച മൂത്രത്തി കാൽ വഴുതി ഇവൻ അവന്റെ മേത്തേക്ക് വീഴും. അപ്പോഴാണ് ഒരു ഗുണ്ടു വരുന്നത് അവിടെ. അവൻ വന്ന് ഇവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കണ്ടിട്ട്, സോറി ഇത് ഞാൻ വിചാരിച്ച സ്ഥലമല്ല, ഞാൻ പോട്ടെ എന്ന് പറയുമ്പോഴാണ് ഹീറോ, ഹേ ബ്രദർ നിന്റെ ഫോൺ ഒന്ന് തരുവോടാന്ന് ചോദിക്കുന്നു. അപ്പൊ ആ ഗുണ്ടു മനസ്സിലാക്കുക ഇവിടെ മൂത്രം ഒഴിക്കാൻ വരുന്നവരെയൊക്കെ ഹീറോ പീഡിപ്പിക്കുകയാണെന്നാണ്. കാമഭ്രാന്തൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവൻ ഓടിക്കളയും അവിടുന്ന്. ഇനിയിപ്പോ പോലീസുകാരെ വിളിച്ചോണ്ട് വരാൻ വേറെ മാർഗമൊന്നുമില്ല. സോ ഹീറോ നേരിട്ട് അവരെ വിളിക്കാൻ വേണ്ടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഓടി സ്റ്റേഷന് മുന്നേ ചെല്ലുന്നുണ്ട്. മോളെയും പോലീസുകാരെയും വരാൻ പറഞ്ഞ സ്പോട്ടിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ ക്രോസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും വണ്ടികൾ കടന്നു പോകണം. വണ്ടികളുടെ ഇടയിൽപ്പെട്ട് കറങ്ങി ഡാൻസ് ഒക്കെ കളിച്ച് തുണിയൊക്കെ കീറിപ്പോയി അവള് നിരാശയായി പഴയ സ്ഥലത്തേക്ക് തന്നെ വീണിട്ട് തന്റെ വിഗ് ഊരി കാണിച്ച് മോളെയും പോലീസുകാരെയും വീണ്ടും വിളിക്കും. ഭാഗ്യത്തിന് ഇപ്രാവശ്യം മോള് കേട്ടു അപ്പന്റെ ശബ്ദം. അങ്ങനെ പോലീസുകാരെയും മോളെ എല്ലാം വിളിച്ചിട്ട് ഇവൻ ബാത്റൂമിലേക്ക് കൊണ്ടുവരാണ്. പക്ഷെ അവിടെ വില്ലന്മാരെ കാണുന്നില്ല. ഒരു തെളിവുമില്ല. ഇവൻ സംഭവിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു തെളിവുമില്ല. അവരെ ഇറങ്ങിപ്പോയി കാണും. ഓടിയിട്ടുണ്ടാവും. ഇവിടെ ബോധം കെട്ട് കിടക്കായിരുന്നു. ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന്. പോലീസുകാർ വിശ്വസിക്കില്ല. മോളെ ഇപ്പം മനസ്സിലായില്ല നിന്റെ അച്ഛന്റെ കോലം. അച്ഛൻ പറയുന്ന ഒന്നും തന്നെ സത്യമല്ല. അത് കേട്ട് മോൾക്കും വിഷമാവും. അപ്പനെ ഞാൻ വിശ്വസിച്ചല്ലോ, ഇനി അതുണ്ടാവില്ല, എന്നെ അപ്പം പറ്റിച്ചു എന്ന് പറഞ്ഞു അവള് വിഷമത്തോടെ ഇറങ്ങി പോവാണ്. അപ്പം പുറകെ ചെന്നിട്ട്, ഇല്ല മോളെ ഞാൻ പറയുന്ന സത്യമാണ്, മോളെ ഞാൻ പറ്റിക്കില്ല, ആരെ പറ്റിച്ചാലും പോകല്ലേ മോളെ എന്ന് പറഞ്ഞ് അപ്പൻ പുറകേന്ന് ഒച്ച വെക്കുമ്പോഴാണ് ഏതോ ഒരുത്തൻ മോളെ കറുത്ത തുണിയിട്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. പുറകെ തന്നെ ഇവന്റെ തലയിലേക്കും കറുത്ത തുണി വീഴുന്നുണ്ട്. കണ്ണ് തുറക്കുമ്പോൾ അവന്റെ മോൾ അടുത്തുണ്ട്. ചുറ്റും കുറെ റൗഡികൾ നിൽപ്പുണ്ട്. അവരെല്ലാം കാണിച്ചിട്ട് അപ്പം പറയും, ഞാൻ പറഞ്ഞില്ല മോളെ, ഞാൻ പറഞ്ഞ എല്ലാം സത്യമാണ്. ഇവന്മാരാണ് എന്നെ കൊല്ലാൻ നോക്കിയത്, ഇവനാണ് എന്നെ ഷൂട്ട് ചെയ്തത്, ഇവന്റെ ഷൂസാണ് ഞാൻ ഇട്ടുകൊണ്ട് ഓടിയത്, ഇവന്മാരെല്ലാം ഗ്യാങ്ങിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് മോൾക്ക് ഇപ്പം മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ഈ സ്പൈക്കൻ ആരാണെന്ന് മാത്രം മനസ്സിലായില്ല. ഇവൻ എവിടുന്ന വന്ന് താ ശരിക്കും ആരാടോ എന്നിവൻ ഗ്യാങ് തലവനോട് ചോദിക്കും. തലവൻ ഹീറോന്റെ ചെള്ളയ്ക്കൊരെണ്ണം പൊട്ടിച്ചിട്ട് നീ ശരിക്കും ആരാടാന്ന് ചോദിക്കും. അവൻ കാർഡ് കൊടുത്തിട്ട് പറയും, ഞാൻ സിയാസി, ഞാനൊരു ഫേമസ് പ്ലാനറാണ്. അപ്പൊ വില്ലൻ, നീ ആരെങ്കിലും ആയിക്കോട്ടെ, നീ എങ്ങനെ മനസ്സിലാക്കി ഞങ്ങൾ ഗുവാക്സിയാനെ കൊന്നു അവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നതാണെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? അതിന് ഹീറോ പറയും, എനിക്കറിയില്ല, നിങ്ങൾ ചെയ്തെന്താണെന്ന് സത്യം പറഞ്ഞ് എനിക്കറിയില്ല, നിങ്ങൾ ആരാണെന്നും എനിക്കറിയില്ല. ഉടനെ വില്ലൻ കൊച്ചിന്റെ നേരെ ഗണ്ണ് കാണിച്ചിട്ട് സത്യം പറയും, നീ എങ്ങനെ ഇത് കണ്ടുപിടിച്ചു? ഇപ്പൊ ഹീറോ, ഞാൻ സത്യം പറയാം, ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി പറഞ്ഞ ഞാൻ തള്ളിയ തള്ളു കഥയാണത്, അത് സംഭവിച്ചു എന്ന് മാത്രം. അപ്പൊ മോളും കൈപൊക്കിയിട്ട് പറയും, അതെ സാറേ, അപ്പൻ തള്ളിയ തള്ളാണത്. അപ്പൻ ഇതുപോലെ ഒരുപാട് ബടായി പറയും ദിവസവും, അതിലൊരു ബടായി ശരിക്കും സംഭവിച്ചു പോയതാണ്, അതാണ് സത്യം. അച്ഛനൊരു രോഗിയാണ്, പാത്തോളജിക്കൽ ലെയറാണ് അപ്പൻ, അതുകൊണ്ടാണ് എന്റെ അമ്മ അപ്പനെ ഇട്ടിട്ട് പോയതും. അപ്പന് കള്ളം പറഞ്ഞില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞ കള്ളം സത്യമായി പോയി, അങ്ങനെ ഒരു കോയിൻസിഡൻസ് ഉണ്ടായതാ. അപ്പം പറയുന്നത് സത്യമാണ്. എന്നാലും വില്ലൻ അടങ്ങുന്നില്ല. നീ ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്കതറിയേണ്ട ആവശ്യമില്ല, എനിക്ക് എന്റെ സ്റ്റഫ് വേണം, അതെവിടെയാണ്? അത് തന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ തല പൊട്ടിക്കുന്നും പറഞ്ഞു വില്ലൻ ഹീറോയെ വെടിവെക്കാൻ നിൽക്കുമ്പോഴാണ് കൊച്ചിന്റെ അമ്മ വിളിക്കുന്നത് അവളുടെ വാച്ച് ഫോണിലേക്ക്. ഉടനെ ഹീറോ, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷെ എന്റെ മോളെ കൊല്ലല്ലേ. ഈ ലോകത്ത് ഒരുപാട് ദുഷ്ടന്മാരുണ്ട്, മൃഗീയമായ ദുഷ്ടന്മാരുണ്ട്. പക്ഷെ അതിലേറ്റവും വൃത്തികെട്ട ദുഷ്ടൻ നിങ്ങൾ ആവരുത്. അതേസമയം പോലീസുകാരെ ഈ വിവരം അറിയിക്കാൻ പാടില്ല. എന്തൊക്കെയോ സംഭവിച്ചു, അതൊന്നും പോലീസുകാരെ അറിയണ്ട.
ഇപ്പം എൻ്റെ മോള് തിരിച്ചു പോയില്ലെങ്കിൽ, ഈ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അവളുടെ അമ്മ പോലീസിൽ വിവരം അറിയിക്കും. ഇവള് കെട്ടിയിരിക്കുന്ന സ്മാർട്ട് വാച്ചാണ്. പോലീസുകാർക്ക് ഈ സ്പോട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. അവരെത്രയും പെട്ടെന്ന് ഇവിടെ വരും. ഇത് കേട്ടുടനെ കിപ്പിത്തലേനെ അവിടെ എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. മറ്റവൻ അവനെ പിടിച്ചു നിർത്തും. സോ എല്ലാവരുടെയും സേഫ്റ്റിക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. മോൾ ഇവിടെ സേഫ് ആണെന്ന് ഈ കോൾ എടുത്ത് അമ്മയോട് പറഞ്ഞാൽ മതി, പിന്നെ കുഴപ്പമുണ്ടാവില്ല. അതേപോലെ ഇവൻ കോൾ എടുക്കും. മോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അപ്പം പറയും, മോൾ എൻ്റെ കൂടെയാണ്, ഞാൻ കസിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി അവളെ കൊണ്ടുവന്നിരിക്കുക, ഞാൻ അവളെ നാളെ തിരിച്ചു കൊണ്ടുവരാം, പേടിക്കണ്ട, എല്ലാം ഓക്കെ ആണെന്നും പറഞ്ഞ് ഇവർ കോള് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞ് ആ വാച്ച് തല്ലി പൊട്ടിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഇവിടെ പഴയ ഭാര്യയും പുതിയ കാമുകിയും ഹീറോനെയും മോളെയും കാണാത്തോണ്ട് അവർ പേടിച്ചിരിക്കാവും. പേടിച്ചിട്ടാണ് ഫോൺ വിളിക്കുന്നത്. അപ്പൊ ഹീറോ പറഞ്ഞെന്താ, കസിനെ കാണാൻ പോയി. കസിനാണെങ്കിൽ 5 വർഷം മുന്നേ മരിച്ചു പോയതല്ല, പിന്നെന്തിനീ മണ്ടൻ കസിനെ കാണാൻ പോയി എന്ന് പറയണേ. ഭാര്യ ചീത്ത പറയാണ് ഹീറോയെ. ഈ സമയത്ത് ഹീറോ തന്നെ കൊലയ്ക്ക് കൊടുക്കാൻ കാരണം എന്താണോ അത് തന്നെ ഉപയോഗിച്ച്, തന്റെ നാക്കുപയോഗിച്ച് ഈ കുടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയ ചില വിദ്യകൾ പ്രയോഗിക്കുകയാണ്. അവൻ ചോദിക്കും, നിങ്ങൾ ആരെയാണ് കൊന്നെന്ന് പറഞ്ഞത്? ഗുവാൻജിയാൻ എന്ന ആളെ. നിങ്ങൾ ഷുവർ ആണോ അയാൾ മരണപ്പെട്ടെന്ന്? അയാൾ തന്നെയാണോ മരണപ്പെട്ടത്? ചിലപ്പോൾ അയാൾ മരിച്ചിട്ടില്ലെങ്കിലോ? ഇത് കേട്ട് കിപ്പിത്തലയും പറയും, നീ മണ്ടനാണോ? പിന്നെ ഇതാരടാ മരിച്ചു കിടക്കുന്നു നോക്കെന്നും പറഞ്ഞ് അവൻ ഫ്രീസർ തുറന്നു കാണിക്കും. ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ എഴുന്നേപ്പിച്ച് നോക്ക്, അവൻ മരിച്ചിട്ടില്ലെങ്കിൽ മറുപടി പറയും. അപ്പൊ ഹീറോ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇത് ഗുവാൻജിയാനാണെന്ന്? ഇത് അവൻ തന്നെയാണോ, അയാൾ തന്നെയാണോ? ഇത് കേൾക്കുമ്പോൾ കിപ്പിന് സംശയമാവും. ഇടൂ, ഇതത് ഇയാളല്ലേ? അവനൊരു അരത്തലേനോട് ചോദിക്കുവാണ്, ഇതവനല്ലേ? നീയല്ലേ പറഞ്ഞ അവനാണെന്ന്? അപ്പൊ ആ ചീകാമുടിയൻ പറയും, അരത്തലയ്ക്ക് മാത്രമേ അറിയുള്ളൂ ഗുവാൻജാൻ ആരാണെന്ന്, നമുക്ക് ആർക്കും അറിയില്ല. അവൻ പേടിക്കുകയാണ്. ഇതന്നെയാണ് ഗുവാൻജാൻ, ഞാൻ നിങ്ങളുടെ ആളല്ലേ? നിങ്ങൾ എന്നിട്ട് ഇവൻ പറയുന്നതാണോ വിശ്വസിക്കുന്നത്? ഞാൻ പറയുന്നതിൽ വിശ്വാസമില്ലേ? അപ്പൊ ഹീറോ ആര് പറയുന്നത് വിശ്വസിക്കുന്നു എന്നതിലല്ല കാര്യം, സത്യം എന്താണ് അതല്ലേ കാര്യം. എങ്ങനെയൊക്കെയാണ് അവൻ വളച്ചു തിരിക്കണമെന്ന് നോക്ക്. ഇത് കേട്ട് അരത്തലേൻ അവൻ ദേഷ്യം വന്ന് തോക്കെടുത്ത് കൊല്ലുവടാ, നീ എന്തൊക്കെയാടാ ഈ പറയണെന്ന് ചോദിക്കും. അപ്പോഴാണ് മെയിൻ വില്ലൻ കാണുന്ന, ഈ അരത്തലേന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ടായിരുന്നു, നിന്റെ കയ്യിൽ ഇത്രയും നേരമായിട്ടൊരു തോക്ക് ഒളിച്ചു കിടക്കുന്നുണ്ടായിരുന്നു, നീ അത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ അവർക്കുള്ളിൽ കൺഫ്യൂഷൻസുകൾ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഹീറോയുടെ കാമുകി അവന്റെ ഭാര്യയോട് ചോദിക്കും, എങ്ങനെയാണ് കസിൻ മരണപ്പെട്ടത്? ഭാര്യ പറയും, അത് ജോബ് സൈറ്റിൽ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി, കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച്, അങ്ങനെയാണ് മരണപ്പെട്ടത്. അപ്പൊ കാമുകി മനസ്സിലാക്കും, മേ ബി ഹീറോ എന്തെങ്കിലും കുഴപ്പത്തിൽ പെട്ട് കാണും, അവനത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം കസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. 2 ദിവസത്തിൽ അവനെ കണ്ടില്ലെങ്കിൽ അവൻ ആരെങ്കിലും പിടിച്ചോണ്ട് പോയിട്ടുണ്ടാകും എന്നവൻ പറഞ്ഞിരുന്നു. അവൻ തന്നെയാണ് പറഞ്ഞത്, ആ വില്ലന്മാര് ഹോസ്റ്റേജിനെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി പാർപ്പിച്ചിട്ടുണ്ടാകുമെന്ന്. കസിൻ മരിച്ചത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഏതെങ്കിലും കെട്ടിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിലായിരിക്കണം വില്ലന്മാർ അവരെ പൂട്ടി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട് അടുത്ത്. അമ്മ മൊബൈലിൽ നോക്കുമ്പോൾ മോളുടെ വാച്ച് അവസാനമായിട്ട് ഓഫായിരിക്കുന്നതും അതേ സ്ഥലത്ത് വെച്ചിട്ടാണ്, കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചിട്ടാണ്. സോ ഇവർക്ക് ഉറപ്പായി ഹീറോ ആ ബിൽഡിങ്ങിനകത്തുണ്ടാവുമെന്ന്. ഈ നേരത്ത് ഹീറോ പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ സ്റ്റഫ് എന്തായാലും വില പിടിച്ചൊരു സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഒരാളെ കൊല്ലാൻ തന്നെ തുനിഞ്ഞത്. അത്രയും വിലപിടിപ്പുള്ള സാധനം ആരും തനിക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കും. ഇതിലിപ്പോ 2 വഴിയേ ഞാൻ കാണുന്നുള്ളൂ. ഒന്ന്, ആരുടെയെങ്കിലും കയ്യിൽ ആ സ്റ്റഫ് ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾ കൊടുത്ത ആളെ കൊന്നിട്ട് അവനത് എടുത്തിട്ടുണ്ടാവണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അയാളെ കൊന്നിട്ട് അതെടുത്ത് കാണണം. മരിച്ച ആളിനി സംസാരിക്കില്ലല്ലോ, അതുകൊണ്ട് ആരോടും അയാളൊന്നും പറയാൻ പോകുന്നില്ല. അതല്ലെങ്കിൽ ആ ഹോസ്റ്റേജിനെ അവനെ പിടിച്ച എല്ലാരും കൂടി കൊന്നിട്ട് ആ സ്റ്റഫ് പങ്കിട്ടെടുത്ത് കാണണം. ഈ 2 വഴിയാണ് ഞാൻ കാണുന്നത്. അരത്തലേൻ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഈ 2 കഥയിൽ ഏതാണ് ശരിയെന്ന് നിങ്ങൾ പറയോ എന്ന് ഹീറോ ചോദിക്കുക അവനോട്. അവൻ ആകെപ്പെട്ടു. ഇവൻ നുണ പറയാണ്, ഇവനെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ തോക്ക് ചൂണ്ടി കാണിക്കുന്നുണ്ട്. പക്ഷെ മെയിൻ വില്ലന് അവനെയാണ് സംശയമാവുക. നീ ഇതെല്ലാം പ്ലാൻ ചെയ്ത് അയാളെ കൊന്നിട്ട് തട്ടിയെടുക്കുകയായിരുന്നോടാ? സത്യം പറ, നീ ഒറ്റയ്ക്കത് സ്വന്താക്കാൻ നോക്കിയോ? എന്നെ ചതിക്കുകയായിരുന്നു. അരത്തല മെയിൻ വില്ലന് നേരെ തോക്ക് ചൂണ്ടിയിട്ട്, എന്നെ നിങ്ങൾക്ക് വിശ്വാസമല്ലേ? ഞാൻ നിങ്ങളുടെ എത്ര കാലമായിട്ടുള്ള ജോലിക്കാരനാണ്. കിട്ടിയ ചാൻസിന് മോളും ചോദിക്കും, എന്നാ പിന്നെ തെളിവ് കാണിക്ക്, എവിഡൻസ് ഉണ്ടോ കയ്യിൽ? നീ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ എവിഡൻസ് ഉണ്ടോ? താൻ പെട്ടുവെന്ന് അരത്തലേന് മനസ്സിലായി. എന്റെ എവിഡൻസ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് വില്ലന് നേരെ നിറയൊഴിക്കുകയാണ്. എന്നാൽ വില്ലൻ കിപ്പിയെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് അവന്റെ മേത്തേക്ക് ഈ ബുള്ളറ്റ് കൊള്ളിക്കും. എന്നിട്ട് തിരിച്ച് അരയുടെ തലയെ ഷൂട്ട് ചെയ്ത് അയാളെയും കൊന്നുകളയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ ഭാര്യ പുള്ളിക്കാരി ഓടി സ്റ്റേഷനിലേക്ക് വന്ന് പോലീസുകാരോട് ഈ കാര്യം പറഞ്ഞ് അവരെയും വിളിച്ചിട്ട് വരികയാണ് പഴയ ബിൽഡിങ്ങിലേക്ക്. ഇവിടെ 2 പേര് കൊല്ലപ്പെട്ടില്ലേ, ഇനിയും ഈ സൈറ്റിൽ നിന്ന കുഴപ്പമാണെന്ന് മനസ്സിലാക്കി വില്ലൻ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹീറോനെയും മോളെയും കൂട്ടി ആ രഹസ്യം അറിയുന്ന പുറത്തേക്ക് വരും. ഈ സമയത്താണ് അമ്മയും മുടിയില്ല കാമുകനും വരുന്നത്. പക്ഷെ അവരെ കൂട്ടത്ത് പോലീസുകാരെ കാണുന്നില്ല. പോലീസുകാരിനി ഇവരെ വിശ്വസിച്ചില്ലയോ എന്തോ. ആ ഡോറിൽ നിന്ന് പുറത്തേക്ക് വന്ന ഹീറോ അതിന്റെ കമ്പി ചവിട്ടി ബാക്കിയുള്ളവരെ അതിനകത്ത് ലോക്കാക്കി കളയും. ഇത് ലോക്കായി ബാക്കിയുള്ളവർക്ക് വരാൻ കഴിയാത്ത കാണുമ്പോൾ
കാണുമ്പോൾ വില്ലൻ മോളുടെ നേർക്ക് തോക്ക് ചൂണ്ടിയിട്ട് ഹീറോയോട് ആ ഡോറ് വലിച്ചു തുറക്കാൻ പറയും. ഹീറോയെ കൊണ്ട് ഒറ്റയ്ക്ക് വലിച്ചു തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ കാമുകന് നേരെയും തോക്ക് ചൂണ്ടിയിട്ട് അയാളോടും ഹീറോയോടും രണ്ടുപേരോടും ചേർന്ന് ആ ഡോറ് വലിച്ചു തുറക്കാൻ പറയാണ്. ഇവര് കഷ്ടപ്പെട്ട് വലിച്ചു തുറക്കുന്ന സമയത്താണ് രക്ഷകരായി പോലീസുകാർ വരും. ഒരു ഹെലികോപ്റ്ററും ഉണ്ട്, 19 പോലീസുകാരും ഉണ്ട്. അവരെല്ലാം ചുറ്റും വളഞ്ഞു കഴിഞ്ഞു. ഇനി വില്ലന് രക്ഷ കൊച്ചും തന്തയും മാത്രമേ ഉള്ളൂ. അവരെ തടവിലാക്കി ഇവൻ രക്ഷപ്പെടണം. സോ കൊച്ചിനെ കൈ പിടിച്ചിട്ട് പോലീസുകാരോട് അടുത്തേക്ക് വന്ന കൊന്നുകളെന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തും. അപ്പൊ ഹീറോ എന്നോട് ക്ഷമിക്കേ, ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു, ഞാൻ നിങ്ങളെ കൊണ്ട് കളിക്കുകയായിരുന്നു, തെറ്റല്ല എന്റെ ഭാഗത്താ, നിങ്ങളെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിച്ചാണ്. ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളെ കൊന്ന് താനൊരു മഹാദുഷ്ടനാവണ്ട. തെറ്റ് ചെയ്ത് ഞാനല്ലേ, കുറ്റബോധമില്ലാതെ ഞാൻ മരിച്ചോളാം. തനിക്ക് എന്നെ കൊല്ലാനുള്ള അവകാശമുണ്ട്. അവളെ വിട്ടേക്ക്, എന്നെ ഹോസ്റ്റേജ് ആയിട്ട് എടുത്തോന്ന് പറഞ്ഞ് ഹീറോ മോളെ മാറ്റി അവൻ സ്വയം ഹോസ്റ്റേജായി വില്ലന്റെ കൈ പിടികൊടുക്കും. അപ്പൊ വില്ലൻ അവന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് എനിക്കൊരു കാറും 30,000 യുവാനും വേണം, ആരും എന്റെ അടുത്തേക്ക് വരരുത്, എനിക്കിപ്പോ രക്ഷപ്പെട്ടു പോകണമെന്ന് പറയും. അപ്പോഴാണ് ഹീറോ ഒന്നുകൂടെ അവന്റെ വാ അടവ് പയറ്റി നോക്കുക. താൻ അരത്തലേനെ കൊല്ലാൻ എത്ര ബുള്ളറ്റാണ് ഉപയോഗിച്ചത്? വില്ലൻ പറയും 2. ഹീറോ അല്ല 3 ആണ്. പോം 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 3 തവണ താൻ വെടിവെച്ചു. അപ്പൊ അവൻ ചോദിക്കും അതിനെന്താ? ഞാൻ വെടിവെച്ചോ, അവൻ കൊന്നു. അപ്പൊ ഹീറോ ഈ തോക്കിൽ എത്ര ഉണ്ടാവും? 6 എണ്ണമല്ലേ? അതെ, എന്നെ കൊല്ലാൻ വേണ്ടി ഈ തോക്ക് യൂസ് ചെയ്ത് റെസ്റ്റോറന്റിൽ നിന്ന് ഒരു വെടിവെച്ചു. അതേപോലെ ടോയ്ലറ്റിൽ വെച്ച് ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. അരത്തലേനെ കൊല്ലാൻ 3 ബുള്ളറ്റ്. ഇവിടുത്തെ പവർ കട്ട് ചെയ്യാൻ താൻ അവസാനമായിട്ട് ഒരു വെടിയും കൂടി പൊട്ടിച്ചു. അപ്പൊ എത്ര എണ്ണായി? 6 എണ്ണായി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇനി ഉണ്ട കാണില്ല. ഇത് കേട്ട് വില്ലൻ പറയും നീ എന്നെ പറ്റിക്കാൻ നോക്കുകയാണ്. ഞാൻ അരത്തലേനെ 2 തവണയെ വെടിവെച്ചിട്ടുള്ളൂ, ഇനിയും ഒരു ഉണ്ട ബാക്കിയുണ്ട്. അത് കേൾക്കുമ്പോൾ ഹീറോ ചൂടാവും. താനാണോ ഈ തോക്കും കൊണ്ട് നടന്ന്, അതോ ഞാനാണോ ഈ വെടിയെല്ലാം പൊട്ടുന്നത് കണ്ടത്? ഞാനാണ് വിറ്റ്നസ്. ഇതിന്റെ ഓരോ വെടി പൊട്ടുമ്പോഴും ഞാനാണ് ഈ തോക്കിന്റെ കൂടെ ഉണ്ടായിരുന്നത്. തന്റെ കയ്യിൽ ഇനി ഉണ്ടയില്ല. താൻ ഈ ഉണ്ടയില്ലാത്ത തോക്കുകൊണ്ട് എന്നെ വെടിവെച്ചോ, ഞാൻ തയ്യാറാണ്, എന്റെ തലക്കിട്ടെന്നെ വെടിവെച്ചോ എന്നും പറഞ്ഞ് ഹീറോ ആ തോക്കിന്റെ മുന്നിൽ തല കൊണ്ടുപോയി വെച്ചിട്ട് വെടികൊള്ളാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ വില്ലനാകെ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കെന്ന് പറഞ്ഞ പോലെയായി. വെടി പൊട്ടിച്ച് ഹീറോയെ കൊന്നു കളഞ്ഞാലും അവൻ കുടുങ്ങും. ഇനി അതിൽ ഉണ്ടോന്നും അറിയില്ല. ഉണ്ടയില്ലാതെ കാഞ്ചി വലിച്ചാലും അവൻ പെട്ടു. സോ എന്ത് ചെയ്യാൻ പറ്റും? വേറെ വഴിയില്ല, കീഴടങ്ങുക. അത് മാത്രമേ മുന്നേ ഒരു വഴിയായിട്ട് കാണുന്നുള്ളൂ. ഇയാൾ തോക്ക് താഴെ ഇടും. അപ്പോഴാണ് അമളി പറ്റിയ കാര്യം മനസ്സിലാവുക. അതിനകത്ത് ഒരു ഉണ്ടയും കൂടി ഉണ്ടായിരുന്നു. ഹീറോ അയാളായിട്ട് ബ്ലഫ് കളിച്ചാണ്. വില്ലൻ മറ്റെന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുന്നേ പോലീസുകാരൻ അവൻ അടിച്ചിട്ട് വീഴ്ത്തി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഗ്യാങ് രക്ഷപ്പെട്ടു. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഈ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ മസാലയും മുളകും ചേർത്ത് ഒന്നുകൂടി പൊലിപ്പിച്ച് തള്ളി കയറ്റുവാണ് ഹീറോ കൂട്ടുകാരടുത്തൊക്കെ. എന്നിട്ട് അവരോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി ഒരു പക്ഷെ അടുത്ത മാസം നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ വേറെ എവിടെ അന്വേഷിക്കണ്ട, ഞാൻ സദാം ഹുസൈന്റെ സ്വർണം തേടി പോവാണ്. ഞാൻ ഇറാഖിലായിരിക്കും, അല്ലെങ്കിൽ സഹാറ മരുഭൂമിയിലായിരിക്കും. അവൻ കൂട്ടുകാരിയോട് പറയും പേടിക്കണ്ട, പോകുമ്പോ ഞാൻ നിന്നെയും കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് റിയലി എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then it's bye from ഒരു കഥ